മാളവരെ ഞാൻ മാളക്കാരൻ ചക്കൻ. നമുക്ക് പണി വേണം, പണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൊണ്ടുതരൂല കേട്ടാ. നമ്മത് തേടി പിടിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ്. ഇപ്പം ഞാൻ ഈ ചെയ്യാൻ പോണ ഇന്നത്തെ വർക്ക് വലിയ ടാസ്ക് ഒന്നുമല്ല, അറിയണവർക്ക് വലിയ ടാസ്ക് ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കിത് വലിയ പണിയാണ്. കാരണം എനിക്കറിയാത്ത പണിയാണ് ഈ ചെയ്യണത്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്തിനും തടയണം കയ്യിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ കുറേ കടകളിലൊക്കെ കയറി നടന്നത്. എങ്ങനെ കട്ട് ചെയ്യണേ, അളവ് എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ കട്ട് ചെയ്യണേ, എവിടെ നിന്ന് കിട്ടുക, എവിടെ കൊണ്ട് അർപ്പിക്കും, അങ്ങനെ ഒന്ന് രണ്ട് കടയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ അളവിൽ അറുത്തൊന്നും സാധനം തരണമൊന്നുമില്ല. അവസാനം ഞാനൊരു വലിയ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെയും സംഭവം അറുത്തൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ബാക്കിൽ വല്ല പീസ് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടോക്കണം പറഞ്ഞു. അന്നേരം ഈ പീസ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ചേട്ടൻ തന്നു, ഫ്രീ ആയിട്ടാണ് തന്നത്. അവിടെ നിന്ന് തന്നെ ആക്സസറീസൊക്കെ മേടിച്ച്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ സംഭവം എവിടെയെങ്കിലും കൊണ്ട് അർപ്പിക്കുക എന്നുള്ളതാണ്, മുറിച്ച് രണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ കുറേ നടന്നു. കാരണം നമുക്ക് ഈ കാർപ്പൻ്റർ പണിയൊന്നും നമുക്കറിയില്ല. എന്നാലും അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഇത് എവിടെ മുറിക്കുക ഈ സാധനം ഒന്ന് മുറിക്കാനായിട്ട് രണ്ടാക്കാൻ? ഇത് രണ്ടാക്കാൻ ആ ചേട്ടൻ പറഞ്ഞ ആദ്യത്തെ സ്ഥലത്തേക്ക് ഞാൻ പോയി. പക്ഷെ അവിടെ പട്ടി കുരക്കണ്. എനിക്ക് പട്ടിനെ മേലെ പേടിയാണ്. അപ്പോൾ അതാരാണെന്ന് ഞാൻ സ്കൂട്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു വീട്ടിൽ കാർപ്പൻട്രി വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ കുറച്ച് നേരം ആ ചേട്ടനെ വെയിറ്റ് ചെയ്ത്. തുലാമാസത്തിലെ ചൂട്, മഴ ഇടക്കുണ്ടെങ്കിലും ചൂടിന് ഒരു കുറവില്ല കേട്ടോ. കട്ടിങ് കഴിഞ്ഞപ്പോൾ അറിയണം അവിടെ വന്ന ആശേരി ചെക്കൻ കട്ട് ചെയ്ത് ചെക്കൻ എൻ്റെ കൂടെ പഠിച്ചത്. അതുകൊണ്ട് കാശൊന്നും കൊടുക്കണമെന്നില്ല. സംഭവം റെഡിയായി. ഞാൻ അപ്പം തന്നെ വർക്ക് അങ്ങോട്ട് ആരംഭിച്ച്. നമുക്കറിയാത്ത വർക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി. വർക്കൊക്കെ ആരംഭിച്ച് ആക്സസറീസുകളൊക്കെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നൊന്നും എനിക്കൊരു പിടിയില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ പറയണത് ഇത് പണിത് കഴിയുമ്പോൾ ശരിയാവുന്നു. ഇപ്പം കരച്ചിലേട്ട കടാവില്ലേ, ആ കടാവുകാരനുണ്ടെങ്കിൽ ഈ പണി കിട്ടിയത്. ആ കടാവ് ആ വീടിൻ്റെ ഉള്ളിൽ ഈ അലമാരുള്ള സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് ഇടുക. അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത്, എടാ എനിക്ക് 2 ഡോർ വെച്ചാടാ, ഒന്ന് സെറ്റാക്കി തടാ. പിന്നെ ഒന്നും നോക്കിയില്ല, സെറ്റാക്കി. പണി സെറ്റായി, ഡബിൾ ഓക്കെ. 1000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. ഹാപ്പി, വെരി വെരി ഹാപ്പി. പിന്നെ അതും വെച്ചിട്ട് നേരെ പോവുക നെക്സ്റ്റ് കടയിൽക്ക. വാപ്പാക്ക് ആദ്യം തന്നെ മേടിച്ചത്, ഉമ്മാക്കും വാപ്പാക്കും കുറച്ച് പഴം മേടിച്ച്. എൻ്റെ മോൾക്ക് ഒരു ഡയറി മിൽക്ക് മേടിച്ച്. ഡയറി മിൽക്കൊന്നും ഡെയിലി മേടിച്ച് കൊടുക്കാറില്ല, എന്നാലും ഇടയ്ക്ക് മേടിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിപ്പോയി. മനസ്സിനൊരു സന്തോഷം. ഭാര്യയ്ക്ക് ഒരു മിച്ചറും മേടിക്കാൻ മറന്നില്ല. എൻ്റെ വീട് പക്കാ മാളയിലാണ്. അതാണ് എൻ്റെ പേര്, അല്ല എൻ്റെ ചാനലിൻ്റെ പേര് മാളക്കാരൻ ചെക്കൻ ഇട്ടത്. മാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ മാള ടൗണിൽ. ഇങ്ങോട്ട് പോകണ്ട, ഈ തിരിയണതാണ് എൻ്റെ വീട്. ആ നീല പെയിൻ്റ് അടിച്ചേക്കുന്നതാണ് എൻ്റെ വീട്. ഈ പറഞ്ഞ സാധനം ഉണ്ടോ നോക്കിനകത്ത്? ഈ പറഞ്ഞ സാധനം ഉണ്ടോ നോക്കിനകത്ത്? എന്നിട്ടാ വി ആർ ഓൾ ഹാപ്പി.